കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം തുലാക്കൂറുകാരുടെ നമ്മൾ നോക്കുകയാണ്. തുലാക്കൂർ വരുന്നത് ചിത്തിരയുടെ അന്ത്യപകുതി, ചോതി, വിശാഖത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രക്കാരാണ്. ചിത്തിര, അന്ത്യപകുതി, ചോതി, വിശാഖത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഇവർക്ക് പൊതുവെ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ് ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശത്രുശല്യം വർദ്ധിക്കുന്ന സമയമാണ്. രഹസ്യ ശത്രുക്കൾ ധാരാളമായിട്ടുണ്ടാകും. പ്രത്യക്ഷത്തിൽ സ്നേഹിതരായി തോന്നുന്ന പലരും തന്നെ ശത്രുക്കളായി നിന്നുകൊണ്ട് പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യുന്ന സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സൂക്ഷിക്കണം. വലിയ തട്ടിപ്പിനൊക്കെ ഭാഗഭാക്കാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹൃദ്രോഗബാധ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഹൃദ്രോഗ ബാധയുള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗർഭാശയജന്യ രോഗങ്ങളുള്ള സ്ത്രീകൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് ഗർഭാശയജന്യ രോഗങ്ങളുള്ള സ്ത്രീകൾ സൂക്ഷിക്കേണ്ടത് തുലാക്കൂറിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ചിത്തിര, അന്ത്യപകുതി, ചോതി, വിശാഖത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾക്ക് ഗർഭാശയജന്യ രോഗങ്ങൾ, ഗ്രഹണീ രോഗങ്ങൾ എന്നിവയൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. അവർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ കടം കൊടുക്കലും കടം വാങ്ങലും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട സമയമാണ്. വളരെ പരമാവധി അത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പലിശയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ബാങ്ക് മാനേജർമാർ, ഇങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് കാണുന്നത്. വലിയ ക്രമക്കേടുകളിലൊന്നും പോയി വീഴാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ ശത്രുക്കളായി വന്നിട്ട് പല വിധത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കാം. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് തുലാക്കൂറിലെ ചോതി നക്ഷത്രക്കാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ആരോഗ്യ വിഷയം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. സൈനിക മേഖലയിൽ, പ്രത്യേകിച്ച് ജലമാർഗമുള്ള സൈനിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യം സാധിക്കുന്നതാണ്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ജലോൽപ്പന്നങ്ങളുടെ ബിസിനസ് ചെയ്യുന്നവർക്ക്, കച്ചവടം ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ചോതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. എങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുന്നെങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഊഹാപോഹത്തിലൂടെ ഉള്ള കച്ചവടങ്ങൾ, കച്ചവടങ്ങൾക്ക് പണം മുടക്കുന്നുവെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ സാമ്പത്തികം മുടക്കാവൂ എന്നാണ് കാണുന്നത്. തുലാക്കൂറിലുള്ള വിശാഖത്തിൽ മുക്കാലുകാരുടെ ഫലം നോക്കുമ്പോഴും ഏകദേശം ഇതേ ഫലം തന്നെയാണ് കാണുന്നത്. അവർക്കും പല വിധത്തിലുള്ള രോഗക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴുത്ത് ആയിട്ട് ബന്ധപ്പെട്ട, കണ്ഠവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പലതരത്തിൽ സാധ്യത കാണുന്നുണ്ട്. അർബുദ രോഗികളുണ്ടെങ്കിൽ അവർക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. രോഗാധിക്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെയേറെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. എന്നാൽ ഭയക്കേണ്ടതില്ല. അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിന് ഈ ഫലം കേട്ടതിന് ശേഷം ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ജ്യോതിഷത്തിലൂടെയും മന്ത്രതന്ത്രങ്ങളിലൂടെയും ചികിത്സയിലൂടെയും എല്ലാം ഉള്ള വഴികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെയേറെ പരിപാലിക്കേണ്ടതാണ്, നടപ്പിലാക്കേണ്ടതാണ്. തുലാക്കൂറിലുള്ള വിശാഖം നക്ഷത്രക്കാർ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ നിന്ന് മനക്ലേശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവരുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കൂടിയാലോചനകളും ചർച്ചകളും ഇടപാടുകളും ഇടപെടലുകളും എല്ലാം ശ്രദ്ധിക്കണം. അവരുടെ നീക്കങ്ങളിൽ വലിയ ജാഗ്രത പാലിക്കുകയും വേണം. ബാക്കിയെല്ലാം കൊണ്ടും വലിയ ദോഷഫലങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തുലാക്കൂറുകാർ പൊതുവേ ശ്രദ്ധിക്കണം. പിന്നെ തുലാക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതും പറഞ്ഞിട്ടുണ്ട്. എല്ലാം കാര്യമായി എടുക്കുക.